സർവജ്ഞപീഠം എന്ന് പറയുന്ന സ്ഥലം ശങ്കരാചാര്യർ തപസ് ചെയ്ത സ്ഥലമല്ല. അത് ശങ്കരപീഠമാണ്. അതായത് ശങ്കരന്റെ അഥവാ ശിവന്റെ സ്ഥലമാണ്. അതൊരു ശിവാലയമാണ്. മുൻകാലത്ത് മൈസൂർ രാജാവ് ബ്രിട്ടീഷുകാർക്ക് അവിടെ നിന്ന് സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും മിശ്രിതമടങ്ങിയ കല്ലുകൾ എടുക്കാൻ അനുവാദം നൽകി. ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും മിശ്രിതമടങ്ങിയ കല്ലുകൾ അവിടെ നിന്ന് കപ്പലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കപ്പൽ മുങ്ങിപ്പോയി. കപ്പൽ മുങ്ങിപ്പോയതിൽ ഭയന്ന മൈസൂർ രാജാവ് ഒരു ദൈവജ്ഞനെ വിളിച്ചു വരുത്തി പ്രശ്നം എന്താണെന്ന് നോക്കുകയും ശിവകോപമാണെന്ന് പറഞ്ഞ ദൈവജ്ഞനോട് മൈസൂർ രാജാവ് പ്രായശ്ചിത്തം എന്താണ് എന്ന് ചോദിച്ചു. അങ്ങനെ മൈസൂർ രാജാവ് പ്രായശ്ചിത്തമായി കെട്ടിയ ശിവാലയം അഥവാ ശങ്കരപീഠമാണ് നമ്മൾ വിളിക്കുന്ന സർവജ്ഞപീഠം. ശങ്കരാചാര്യർ തപസ് ചെയ്ത സ്ഥലം ചിത്രമൂലയിലാണുള്ളത്. മൈസൂർ രാജാവിൻ്റെ അധികാരം പോയ സമയത്ത് അവിടെ നിന്നും വിഗ്രഹം മൈസൂർ രാജാവ് കൊണ്ടുപോയി. പിന്നീട് ശങ്കരപീഠം സർവജ്ഞപീഠം എന്ന പേരിലായി. സർവജ്ഞപീഠത്തിന് ശങ്കരാചാര്യരുമായി യാതൊരു ബന്ധവുമില്ല. ശരിക്കും സർവജ്ഞപീഠത്തിന്റെ ഐതിഹ്യം എന്താണ്? ശങ്കരനുള്ളപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമില്ല അവിടെ, ആ കെട്ടിടയില്ല. അതിൻ്റെ കാലശേഷം വന്നതാണ് സർവജ്ഞപീഠം. അത് പിന്നെ ജനങ്ങൾ പറയുന്നത് ഊഹപോഹങ്ങളാണ്. അവരും എന്താണ് അവിടെ ഒന്നുമില്ല. ഈ ചിത്രമൂലുണ്ട്. ഇത് മൈസൂർ രാജാവ് കെട്ടിയതാണ് ആ പീഠം. ശിവാലയമാണത്. മൈസൂർ രാജാവ് ഭരിക്കല്ലേ. അപ്പൊ ഇവിടുന്ന് ഫോറിൻസ് വെള്ളക്കാരൻ വന്ന് നോക്കി ഇവിടെ. അപ്പൊ ഇവിടെ ചെമ്പും സ്വർണം കിട്ടുന്ന കല്ലുണ്ട് അവിടെ. അപ്പൊ അത് അവർ ചോദിച്ച് കൊണ്ടുപോകാൻ കൊടുത്തു. അപ്പോൾ അതെല്ലാം എടുത്ത് അട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയി കപ്പലിൽ കയറ്റി കൊണ്ടുപോവാ. ഒരു കപ്പൽ പോയപ്പോൾ കപ്പൽ മുങ്ങി അപ്പോൾ എന്താ കാരണം നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടത്. എൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സാധനം കൊണ്ടുപോകാൻ പാടില്ല. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ശിവാലയം കെട്ടണം, പ്രായശ്ചിത്തത്തിന് കെട്ടി.